നേർവഴി. കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി ആകാശവാണിയുടെ പ്രതിവാര പരിപാടി. കാഴ്ച പരിമിതി അതിജീവിച്ച് ജീവിത വിജയം നേടിയ വി ബാബുരാജുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് വി ബാബുരാജ്. ബാബുരാജിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ബാബുരാജ്, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നന്ദി. ബാബുരാജ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഞാൻ ലോട്ടറി കച്ചവടമാണ്, പിന്നെ ചെറിയ സ്റ്റേഷനറി കടയുണ്ട്, അതൊക്കെ കൊണ്ട് ജീവിക്കുന്നത്. ബാബുരാജിനെ കാഴ്ച നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഞരമ്പിന്റെ തകരാറ് കൊണ്ടാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. 9 വർഷത്തോളായി. തീരെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് 5 വർഷമായി. അതിന് മുമ്പൊക്കെ അത്യാവശ്യം നടന്നു പോകാൻ പറ്റുന്നത് സ്വന്തമായിട്ട്. ഇപ്പൊ അത് പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി കുറച്ച് സ്ട്രെയിൻ ആയിട്ടില്ല, ഇലക്ട്രോണിക്സ് വർക്കായിരുന്നു. അപ്പൊ അതിൻ്റെ ഇത് കൊണ്ടാണോന്ന് അറിയില്ല, കുറെ കാലം ചികിത്സയൊക്കെ ചെയ്തെങ്കിലും ഒന്നും ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ആയുർവേദവും അലോപ്പതി എല്ലാ ചികിത്സയും ചെയ്തിട്ടുണ്ടായി, ഒന്നിലും മാറ്റമൊന്നും ഉണ്ടായില്ല. വേറെ തൊഴിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ലോട്ടറിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ 9 വർഷമായി ലോട്ടറി വിൽപ്പന തുടങ്ങിയിട്ട്. വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? വിദ്യാഭ്യാസം 10ാം ക്ലാസ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്. അതെ. ഒരുപാട് കാലം കാഴ്ചയുണ്ടായി, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാതെ എങ്ങനെ ജീവിച്ചിട്ട് ഒരു ദിവസം കാഴ്ച കുറഞ്ഞു പോകുന്നു ജീവിതത്തിൽ. അപ്പൊ ഈ ഒരു മാറ്റം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുമെന്ന് തോന്നുന്നു. ബുദ്ധിമുട്ട് ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രശ്നം നമ്മൾ കാഴ്ച പോയി എന്നുള്ളതല്ല ബുദ്ധിമുട്ട്. നമ്മുടെ സമൂഹം നമ്മളെ ഒരു സഹായിക്കാൻ തയ്യാറില്ലാത്ത സമൂഹമാണ്. കാരണം ഒരു വഴി ചോദിച്ചാൽ പോലും പറഞ്ഞു തരാൻ തയ്യാറില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കുറഞ്ഞ ആൾക്കാർ മാത്രമേ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അത്തരം ആൾക്കാർ ഇപ്പം കുറച്ചെങ്കിലും വർദ്ധിച്ചിട്ടുണ്ട്. ചില ജില്ലകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സഹകരണം. കോഴിക്കോട് ജില്ലയിലാണ് നമ്മൾ എവിടെ കണ്ടു കഴിഞ്ഞാൽ അവരെ കൈപിടിച്ച് നമ്മൾ എവിടെയോ കൊണ്ടുവിടാൻ വെച്ചാൽ കൊണ്ടുവിടും. അവരെ കാര്യത്തെക്കാൾ വലിയതാണ് നമ്മളെ കാര്യം എന്നുള്ള ചിന്താഗതിയിൽ അവരെ കൊണ്ടുവിടാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുള്ളിടത്ത് നമുക്ക് നല്ലൊരു സമാധാനം കിട്ടലുണ്ട്. പിന്നെ പൂർണ്ണമായിട്ട് കാഴ്ചയുള്ളവരെന്നല്ല എല്ലാവരും. പക്ഷെ നമ്മൾ ആ പരിമിതി ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ അവസ്ഥയിലാണെങ്കിലും ഞാൻ ഈ ലോട്ടറി വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ, അതായത് പ്രൈസ് അടിച്ച് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നല്ലൊരു തുകയും ഞാൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. എനിക്ക് അതിന് പ്രത്യേകിച്ച് വേറെ കയ്യിൽ നിന്ന് എടുക്കേണ്ടതില്ല. പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ അതിന് 10% കമ്മീഷൻ കിട്ടും. ആ പൈസ മുഴുവനായി ഞാൻ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്? അതായത് പ്രധാനമായിട്ടും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ചികിത്സാ സംബന്ധമായ മരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് അതിനു വേണ്ടുന്ന സജ്ജീകരണം ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ഓപ്പറേഷൻ അങ്ങനെയൊക്കെ ഉള്ളവരിൽ അവർക്കൊക്കെ മരുന്നിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നിപ്പം കാഴ്ചയില്ലാത്തവർ തന്നെ പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പം പെൻഷനൊന്നും അപേക്ഷിക്കാത്ത പലരും ഉണ്ട്. അപ്പൊ അത്തരം ആൾക്കാർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. പിന്നെ നിയമസഹായം ആവശ്യമുള്ളവർക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയായി ബന്ധപ്പെട്ടിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കലുണ്ട്. പിന്നെ ആരെ സംരക്ഷിക്കാനില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കലുണ്ട്. അതൊക്കെ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ചെയ്യലുണ്ട്. ബാബുരാജ് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണോ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയത്? ഒന്നെന്ന് വെച്ചാൽ ഞാൻ കാഴ്ചയുള്ളപ്പോഴേ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരാളാണ്. പക്ഷെ ഉള്ളപ്പോഴും ഞാൻ കാഴ്ചയില്ലാതെ അവരെ എവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സഹായിക്കാറുണ്ട്. അവർ ഇതുകൊണ്ടായിരിക്കാം എനിക്ക് ഇപ്പോഴും അങ്ങനത്തെ എന്റെ സാമ്പത്തിക സ്ഥിതിയെ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. എങ്കിലും മനസ്സിന് പിന്നെ എനിക്ക് ബലം കൂടുകയോ ചെയ്തിട്ടുള്ളൂ. കാഴ്ച നഷ്ടപ്പെട്ടു പോയി വെച്ചാൽ ഇന്നും ഒരിക്കലും ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഒരാളെ സഹായത്തോടു കൂടിയാൽ ഞാൻ എവിടെ വേണ്ടിക്കും പോയി വരും. ഒരാളെ സഹായം വേണമെന്നേ ഉള്ളൂ, അത് മടിച്ചു നിൽക്കൂല. കാഴ്ചയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു പ്രചോദനം തന്നെയാണ് ബാബുരാജിന്റെ ഈ ഒരു ജീവിത കഥ എന്ന് തോന്നുന്നു. നമ്മള് ഇങ്ങനൊരു അവശത ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആരും ഒതുങ്ങി നിൽക്കാൻ പാടില്ല. പിന്നെ ചില ആൾക്കാർ കാഴ്ചയില്ലാത്തവര് പലരും പുറത്തിറങ്ങാൻ മടിക്കുന്നതെന്ന് വെച്ചാൽ അവരെ ശീലം അതായതുകൊണ്ടാണ്. ഒന്ന് കുറച്ച് പൈസയൊക്കെ ഉള്ള വീട്ടുകാരാണെങ്കിൽ ഇവരെ കൊണ്ടു നടക്കാൻ മടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചിലർ മൂലക്കായിപ്പോയി. പിന്നെ അതിനെ അതിജീവിച്ച് പുറത്തു വരാനുള്ള ഒരു ശേഷി ഇവർക്കില്ല എന്താനും. വീട്ടിലെ സാഹചര്യം വളരെ മോശമായിട്ടുള്ള 1-2 ആൾക്കാരെ ഞാൻ കണ്ടിട്ടായിരുന്നു. അവരെ ഒരു പ്രത്യേക റൂമിൽ അടച്ചിട്ടൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരിന്നും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ അവർ വല്ലാത്ത രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിൽ എന്തായാലും നിങ്ങൾക്ക് എന്താണെന്ന് ചിന്തിക്കുന്ന ചില വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അതൊന്നുമില്ല, ഇപ്പം കുറേയൊക്കെ മാറ്റം വന്നു പോയി. പിന്നെ നമുക്ക് വേറൊരു പ്രത്യേകത വെച്ചാൽ നേർവഴി വലിയൊരു അനുഗ്രഹമാണ്. ഈ ഒരു നേർവഴി എന്നുള്ള പേര് തന്നെ അങ്ങേയറ്റം വലിയൊരു ബഹുമാനിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ ഒരു പ്രോഗ്രാം 15 മിനിറ്റോളാണ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ള സർക്കാർ പോലും അല്ലെ മറ്റൊരു കഴിഞ്ഞ സർക്കാർ ആയാലും ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്യാൻ ഒന്നിനും തയ്യാറില്ല. നമ്മൾ അപേക്ഷ കൊടുത്താൽ പോലും നമ്മൾ എത്രയോ പ്രാവശ്യം നടത്തിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം നമുക്ക് എത്രയോ നമ്മളെപ്പോലത്തെ സുഹൃത്തുക്കളെ പരിചയപ്പെടാനും സംസാരിക്കാനും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, ഇന്ന രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതൊക്കെ അറിയാനുള്ള വലിയൊരു അവസരം ഇത്. വീട്ടിലിരുന്ന് നേർവഴി പ്രോഗ്രാം കേൾക്കുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും 1 വർഷമായുള്ളൂ ഏകദേശം. ആദ്യം
ഞാൻ ഇതത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഒന്ന് എനിക്ക് തിരക്കുള്ള ദിവസമാണ് ശനി ഞായർ. അപ്പൊ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള ദിവസം. അപ്പൊ ഞാൻ കയ്യിൽ റേഡിയോ കൊണ്ടു നടക്കാറുണ്ടെങ്കിലും ശ്രദ്ധ വേറെ സ്ഥലത്തേക്കായിരിക്കും. അപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് ഞാനത് എങ്ങനെയെങ്കിലും എന്റെ സമയം മാറ്റിവെച്ചിട്ടുണ്ട്, തൊഴിൽ മാറ്റിവെച്ചിട്ടില്ലാലും അത് ഞാൻ കേൾക്കാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് പരിപാടി. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട്, അവർ പലരും സംസാരിക്കാറുണ്ട്. ഒന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെറുതെ ഇരിക്കുന്നവരെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനത്തെ പരിപാടി കേൾക്കാനും, അതുപോലെ പല വേദികളിലും നമ്മളെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇവർ നമ്മൾ മാറ്റി നിർത്തിയില്ല. ആകാശവാണി നമ്മളെ അങ്ങേയറ്റം പ്രോത്സാഹനം തന്ന് ജീവിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി തരുക ചെയ്യുന്നത്. അതിന് വളരെ നന്ദിയുണ്ട്. അപ്പൊ ഇനി ഇതുപോലുള്ള പ്രോഗ്രാം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. കാരണം ഒന്ന് ഈ പ്രധാനമായിട്ട് വേണ്ടുന്നത് നമ്മൾ ഈ ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാർ പല പ്രാവശ്യം നടത്തിക്കുക എന്നുള്ളൊരു പ്രവണത അതില്ലാതാക്കണം. നമ്മളിപ്പോൾ അഥവാ കഷ്ടപ്പെട്ട് ഒരു അപേക്ഷയും കൊടുത്ത് അവിടെ പോയി കഴിഞ്ഞാൽ അയ്യോ നിങ്ങളെന്തിനാ ഇത്ര ബുദ്ധിമുട്ടി വന്നതെന്ന് ചോദിക്കും. നേരെ മറിച്ച് ഈ സംഗതി കണ്ടിട്ട് അവർ ശരിയാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. കാഴ്ചയില്ലാത്തവരോട് സർക്കാരിന്റെ ഒരു നിലപാട് എങ്ങനെയായിരിക്കണം എന്നാണ് ചിന്തിക്കുന്നത്? സാധാരണ മറ്റു പരിമിതി ഉള്ളവരെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാഴ്ചയില്ലാത്തവരെ സംരക്ഷിക്കണം. മറ്റു വൈകല്യമുള്ളവർക്ക് വീൽ ചെയർ ഇതുപോലുള്ള പല ഉപകരണങ്ങളും കൊടുത്ത് അവരെ യാത്ര വളരെ സുഖകരമാക്കിയിട്ടുണ്ട് സർക്കാർ. നേരെ മറിച്ച് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഇത്തരം സംവിധാനങ്ങളൊന്നും നിലവിലില്ല. ഇവിടെ ഇപ്പം പല ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്ര ആൾക്കാർക്ക് കിട്ടുന്നത്? എനിക്കൊന്നും ഇതുവരെ സർക്കാരിന് ഇത്തരം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈ കാഴ്ച ഇല്ലാണ്ടായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ആനുകൂല്യവും വാങ്ങിയത്. അതിനു മുമ്പ് എനിക്ക് മറ്റൊരു വൈകല്യം കൂടി ഉള്ള ആളാണ് ഞാൻ. പക്ഷെ കാഴ്ച ഇല്ലാണ്ടായതിനു ശേഷം മാത്രമാണ് ഞാൻ ആനുകൂല്യത്തിനൊക്കെ ശ്രമിച്ചത്. കാരണം കാഴ്ചയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയാസം ഒരു മനുഷ്യന്റെ. മറ്റു വൈകല്യങ്ങളൊന്നും ഇത്ര വലിയ പ്രയാസമല്ല. കാരണം അവർക്ക് എവിടെയും സഞ്ചരിക്കാൻ പറ്റും. കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ സൗകര്യങ്ങൾ ഇപ്പൊ നമുക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് സ്കൂട്ടർ ഇതൊക്കെ കൊടുക്കുമ്പോൾ ചെറിയൊരു തുക മുടക്കിയിട്ട് അതിന്റെയൊക്കെ ചെറിയ പൈസയെ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം കമ്പ്യൂട്ടർ ഇതൊക്കെ ചെയ്തു തരാൻ ചെറിയ പൈസയെ വരുള്ളൂ. പക്ഷെ അതൊന്നും സർക്കാരോ പഞ്ചായത്തുകളോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ. ഇനി ആ ഒരു സമീപനത്തിൽ മാറ്റം വരുത്തി നമ്മളെ പോലത്തെ ആൾക്കാരെ ജീവിക്കാൻ വേണ്ടി നല്ലൊരു അവസരം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി തരണം. അതൊരു പ്രോത്സാഹനമാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഇങ്ങനെ തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി അവരെ തൊഴിലിന് കുറച്ചും കൂടി സന്തോഷകരമായിട്ട് ചെയ്യാനൊരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി തരണം. കാരണം ഇത് മടുത്തിട്ട് തൊഴിൽ ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയിലെ പ്രത്യേകിച്ച് ലോട്ടറി മേഖല തന്നെ ഇപ്പം വളരെ തകർന്നിട്ടുള്ളത്. കാരണം പ്രൈസ് തീരെയില്ല. അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്താനും, അതുപോലെ തന്നെ ഇപ്പം ഈ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ലോട്ടറി ഏജൻസിയിൽ ഒരു പ്രത്യേക സ്കീം തന്നെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ പ്രത്യേക വിഭാഗമായിട്ട് ഉൾപ്പെടുത്തി അത്തരം ആൾക്കാർക്ക് കുറച്ച് കമ്മീഷൻ കൂടുതൽ കൊടുത്തു. ഇപ്പൊ 24% അതിൽ താഴെയൊക്കെ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഹോൾസെയിൽ കടയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വെക്കുവാണെങ്കിൽ 24% കിട്ടുന്നില്ല. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്തി തന്നാൽ നമ്മുടെ ജീവിതത്തിന് സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി ഒരു മാറ്റം കിട്ടും. ഇനിയിപ്പോ ടിക്കറ്റ് തീരെ ചെലവാകുന്നില്ല നമ്മളെ പോലത്തെ ആൾക്കാർക്ക്. ഒരാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണ് പോയി കഴിഞ്ഞാൽ ഒരാളെ സഹായമാണ്. ആ സഹായിക്കുന്ന ആൾ നമ്മളോട് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ വളരെയധികം വിഷമിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ എന്നെ കൊണ്ടു നടക്കുന്ന ഒരാളുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല. ബാബുരാജിന്റെ കുടുംബത്തെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? ഭാര്യ സുഭാഷിണി, ബേബി എന്ന പേര് സുഭാഷിണി എന്ന് വിളിക്കും. പിന്നെ കുട്ടി 3ാം ക്ലാസ് പഠിക്കുന്നു, ഹരികൃഷ്ണൻ. അമ്മയുണ്ട്, 63 വയസ്സായി. വീട്ടിൽ കന്നുകാലി വളർത്തൽ അങ്ങനെയൊക്കെ ആയിട്ട് അമ്മ പോകുന്നു. ജോലിക്ക് ഭാര്യയുടെ സഹായം കൂടെ ഉണ്ട്? ഭാര്യ തന്നെയാണ് കടയിലെ ജോലി ചെയ്യുന്നത്. അമ്പലത്തിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയിലാണ് ഞാൻ ലോട്ടറി വെക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ തനിച്ചേ ഉള്ളൂ, ഭാര്യ കടയിലെ കാര്യങ്ങൾ നോക്കുന്നത്. വീട്ടിൽ നിന്നും കിട്ടുന്ന ഒരു പിന്തുണ എങ്ങനെയാണ്? ആദ്യകാലത്തൊക്കെ എനിക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ ഈ കോഴിക്കോട് മായനാടുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലായിരുന്നു ഈ കാഴ്ച നഷ്ടപ്പെട്ട ആദ്യകാലത്തൊക്കെ താമസിച്ചിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം എന്നുള്ളൊരു മനസ്സ് വന്നതിന് ശേഷമാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. അന്നും ഈ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം. അതിനൊക്കെ പെട്ടെന്നൊരു മാറ്റം കിട്ടിയതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി. അപ്പൊ എന്നെ പോലെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്കൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ ഈ പ്രോഗ്രാമിലേക്ക് കൂടെ എങ്കിലും ഒരു മാറ്റം അവരുണ്ടാക്കി എടുക്കണം. അറിയാൻ എനിക്ക് പറയാനില്ല എത്ര ആൾക്കാരോട്. പിന്നെ മറ്റൊരു പദ്ധതി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി മറ്റു തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ഇത് ഉന്നമനത്തിലെത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടും, അതുപോലെ അവർക്ക് ആവശ്യമുള്ള ചില ഉപകരണങ്ങളൊക്കെ വാങ്ങുന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളൊരു എക്സിബിഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ 2 മാസത്തിനുള്ളിൽ നടത്തും, വെക്കേഷൻ ടൈമിൽ. അതിൽ ഞാൻ അതിന്റെ ആളായി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാബുരാജിനെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സമയത്ത് സുഹൃത്തുക്കളുടെ ഒരു സഹായം എങ്ങനെയായിരുന്നു? സുഹൃത്തുക്കൾ അന്ന് എല്ലാവരും എന്നെ വിട്ടുപോവുക ചെയ്തത്. കാരണം ഇനി ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഞങ്ങളെ സഹായം ആവശ്യം വരും, ചിലപ്പോൾ പൈസക്ക് ചോദിച്ചേക്കുന്നൊക്കെ ഉള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും ഞാൻ ആരടുത്തും അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ഇന്ന് വരെ പൈസക്ക് ചോദിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് എനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല. പിന്നെ ചില സുഹൃത്തുക്കൾ എൻ്റെ ഈ ഒരു അവസ്ഥ അറിയാത്ത ആൾക്കാരുണ്ട്. കാരണം എന്നോട് ബസ്സിൽ നിന്നൊക്കെ തലയാട്ടിട്ട് പോകും, പക്ഷെ നമ്മളിത് അറിയുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാരോട് അവർ തന്നെ പറയും അവനിപ്പം സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, കടയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ഡിമാൻഡാന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അതെന്താന്ന് ഇറങ്ങി ഒന്ന് മനസ്സിലാക്കാൻ അവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതാണ് നമ്മുടെ സമൂഹം. ബാബുരാജിന്റെ വീട് എവിടെയാണെന്ന്? വീട് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിനടുത്ത് 5 കിലോമീറ്റർ അടുത്താണ്. മയ്യിൽ പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ്, കണ്ണൂർ ജില്ലയിലാണ്. നേർവഴിയിൽ വന്നിട്ടുള്ള ഇലക്ട്രോണിക്സ് മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരാള്,
അയാൾ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അതേ തൊഴിൽ തന്നെ എടുക്കുന്നുണ്ട്. ബാബുരാജിന് അത് അത്രയും പ്രയാസമായിട്ട് തോന്നിയിരുന്നു? ഇല്ല, ഞാനിപ്പോഴും ഈ ഇലക്ട്രോണിക്സ് വർക്ക് ഞാൻ ചെയ്യാറുണ്ട്. ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് ഞാൻ ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ അത്രയും ഒരു വേഗതയിൽ ചെയ്യാൻ വേഗതയിൽ ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല, കാരണം നമുക്ക് എല്ലാ ആൾക്കാരുടെ സാധനങ്ങളൊന്നും വാങ്ങിച്ചു നോക്കാം. കാരണം അന്നത്തെ ടെക്നോളജി അല്ല ഇന്ന് ഒരുപാട് മാറിപ്പോയി. ഇന്ന് ഒക്കെ കൂടുതലും ബോർഡ് തന്നെ അഴിച്ചു മാറ്റിയിട്ട് റിപ്പയർ ചെയ്യുന്ന സംവിധാനങ്ങളാണ് കൂടുതലുള്ളത്. അന്നൊക്കെ ഓരോ കപ്പാസിറ്റി റെസിസ്റ്റൻസ് ഇതൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് അതൊക്കെ പോയി പകരം ബോർഡ് വാങ്ങി ഫിറ്റ് ചെയ്യണം. അന്നത്തെ പണി എളുപ്പമാണ് ഇപ്പോൾ ചിലതിൽ. പിന്നെ ഇത് ഇലക്ട്രിക്കൽ വർക്ക്, മിക്സി അങ്ങനെയുള്ളതൊക്കെ ചെയ്യും. അതും പിന്നെ ഇപ്പോഴും ഇതുപോലെ കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് ചെയ്തു കൊടുക്കും. ഇപ്പൊ ബാബുരാജ് ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ കാഴ്ചയുള്ളവര്, നല്ല മനസ്സ് ഉള്ള ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. അവരുടെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു സഹകരണം ഒക്കെ വരുമ്പോൾ എന്താണ് തോന്നുന്നത്? അവരുടെ അടുത്ത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളത്, ഇന്ന ആൾക്കാർക്ക് ഇന്ന പ്രയാസങ്ങളും ആവശ്യങ്ങളുണ്ട്, അത് പറ്റുമെങ്കിലൊന്ന് സഹകരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറയാം. ഞാൻ ആരുടെ പണമായിട്ട് വാങ്ങാറില്ല. ചില ആൾക്കാർ എന്നെ ഏൽപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം സമയമില്ലാത്ത കുറെ ആൾക്കാർ, എന്റെ കുറെ സുഹൃത്തുക്കൾ ഗൾഫിൽ, ഇതൊക്കെ ഈ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടായ സുഹൃത്തുക്കളാണ്. അതുപോലെ മറ്റ് നാടുകളിൽ തന്നെ പല ജോലി തിരക്കൊക്കെ ഉള്ളവരുണ്ട്. അവർ പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാള് മറ്റൊരാൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം എന്റെ ചിലപ്പോൾ ടിക്കറ്റ് വരെ ബാക്കി വെച്ചിട്ടാണ് ഞാൻ, ലോട്ടറി ടിക്കറ്റ് കയ്യിൽ ബാക്കി ഉണ്ടാവും, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അതും കയ്യിൽ വെച്ച് പോകാറുണ്ട് പല പ്രാവശ്യവും. ഞാൻ സ്ഥിരമായിട്ട് വിൽക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി ടിക്കറ്റ് വിൽക്കാറുമില്ല. ഞാനൊരു സ്ഥലത്ത് ഇരുന്ന് വിൽക്കുള്ളൂ. ഒരാളോട് നിർബന്ധിച്ച് ചോദിച്ചിട്ടോ വേണിച്ച് അങ്ങനത്തെ ഒരു വിൽപ്പന എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടം വന്നാലും ഇത്തരം ആവശ്യങ്ങൾ ആർക്ക് വന്നാലും ഞാൻ ചെയ്യും. വലിയ തുകയെല്ലാം സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ടോ? 2 ലക്ഷം വരെ ലഭിച്ചിട്ടുണ്ട്. മകനെ കാഴ്ചയുണ്ടോ? കുഴപ്പമില്ല. എന്റെ വീട്ടില് പെങ്ങൾക്ക് കാഴ്ച കുറവാണ്, 2 മരുമക്കൾക്ക് കാഴ്ച കുറവുണ്ട്, എന്റെ അമ്മക്ക് കാഴ്ച കുറവുണ്ട്. ബാക്കിയായിരിക്കും ബുദ്ധിമുട്ടില്ല. നമ്മുടെ നേർവഴി പരിപാടി അല്ലാതെ മറ്റ് ഏതൊക്കെ പരിപാടികളാണ് ശ്രദ്ധിക്കാറുള്ളത്? ഏറ്റവും പ്രധാനമായിട്ടും ചലച്ചിത്രഗാന പരിപാടിയാണ്. പിന്നെ രാവിലത്തെ സുഭാഷിതം മുതൽ ഇങ്ങോട്ട് കേൾക്കും. എന്റെ വീട്ടിൽ ഓരോ അകത്ത് ഓരോ റേഡിയോ ഉണ്ട്. സാധാരണ നമ്മൾ കണ്ണൂരുള്ള പ്രോഗ്രാമൊക്കെ അടുക്കളയിൽ വെക്കുക. കാരണം രാവിലെ ഗ്രാമക്ഷേമ വാർത്തയുണ്ട്, അതിനകത്ത് അറിയിപ്പുകളെല്ലാം കേൾക്കാൻ വേണ്ടി അത് അടുക്കളയിൽ വെക്കുക. അത് അവിടെ ആരെങ്കിലുമായിട്ടുണ്ടാവും. അപ്പൊ അതിലെന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവർ പറഞ്ഞു തരും. പിന്നെ പ്രഭാതവേദി എനിക്ക് വിടാൻ പറ്റാത്തൊരു പരിപാടിയാണ്. അതെപ്പോഴും ഞാൻ കേൾക്കും. ഈ അടുത്ത് തന്നെ ഞാൻ കേട്ടത് നമ്മുടെ ഈ ഇതിനെപ്പറ്റി വികലാംഗരായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കാനിടയായി. അപ്പൊ അത്തരം ഇതൊക്കെ കേൾക്കണ്ടെങ്കിൽ ഈ പ്രഭാതവേദി തന്നെ ശ്രദ്ധിക്കണം. ഇപ്പൊ എന്റെ കയ്യിലും റേഡിയോ കൊണ്ടുപോയി നടക്കുള്ളൂ. എവിടെ പോകുമ്പോഴും റേഡിയോ കൊണ്ട് നടക്കും. തിരുവനന്തപുരത്തെ പരിപാടി അവിടെ DTH വഴിയാണ് കേൾക്കുന്നത്. DTH തകരാറായതുകൊണ്ട് അത് കേൾക്കുന്നില്ല. ഇപ്പൊ AM റേഡിയോ തന്നെയാണുള്ളത്. കോഴിക്കോടൊക്കെ കിട്ടും, തൃശ്ശൂർ അതൊക്കെ കിട്ടും. അതൊക്കെ നോക്കി. പിന്നെ എല്ലാ സമയത്തും ക്ലിയർ ആയിട്ട് കിട്ടൂല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് വെക്കും. ഈ മൊബൈൽ ടവർ വന്നുകൊണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അതിന് ശേഷം തീരെ ക്ലിയർ ഇല്ല. ചില സമയങ്ങളിൽ നല്ല ക്ലിയർ കിട്ടുന്നുണ്ട്. ആ സമയത്ത് ഉപയോഗിക്കും. പിന്നെ ചില സമയത്ത് വരേന്റെ നാട് കാസർഗോഡാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം. അവിടെ FM വഴിയാണ് ഈ പ്രക്ഷേപണം. അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കിട്ടും. അതുപോലത്തെ സംവിധാനം കണ്ണൂരിനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. FM വഴി തിരുവനന്തപുരം നിലയത്തിന്റെ ഒക്കെ പ്രക്ഷേപണം കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിലെ ബാബുരാജ് പങ്കെടുത്തതിൽ. ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനെ വളരെ ധൈര്യത്തോടു കൂടി തന്നെ നേരിട്ട് സ്വയം തൊഴിൽ ചെയ്ത് തന്നെ കുടുംബത്തെ പോറ്റാനായിട്ട് ഇത്രയും പാടുപെടുന്നതും ഒക്കെ കാണുമ്പോൾ, ഈ വാർത്തയെല്ലാം അറിയുമ്പോൾ ഞങ്ങൾക്കും വളരെയധികം സന്തോഷം തോന്നുന്നു. ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതം നന്നായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. കാഴ്ച പരിമിതി അതിജീവിച്ച് ജീവിത വിജയം നേടിയ